ഒരാളൊരു മുട്ടനാട് അവിടെ വന്നിട്ട് ഇതിങ്ങനെ കാണിച്ചു. അപ്പൊ ഈ മുട്ടനാട് ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ ഈ ആടിനെ ഹൈ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയ സമയം കൊണ്ട് എന്താള് പോയി ഓടിയിട്ട് ഞാൻ നോക്കിയപ്പോ ഇതേ പോണു. അപ്പൊ ബിൻചാട്ടാന്ന് വിളിച്ചു എന്നെ. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ വാലിങ്ങനെ വളച്ചു വെച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം നമ്മുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും ഇങ്ങനെ കൂട്ടുകാരൊക്കെ എല്ലാവരും ഇങ്ങനെ ഫോണിലായാലും പിന്നെ നേരിട്ട് കാണുമ്പോഴായാലും പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വീഡിയോസുകൾ കാണാറുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമാവണുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ ഇങ്ങനെ ആദ്യം 2-3 വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇനി വീഡിയോസൊക്കെ എടുക്കണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഒരു സമയത്ത് ഈ ഫോർ എലിഫൻസിൽ ഈ ആനയുടെ വീഡിയോസുകൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വീഡിയോസുകളൊക്കെ. പിന്നെ ഫോൺ വന്നപ്പോൾ ഞാൻ പിന്നെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ പഴയ ആനകളുടെയൊക്കെ. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ചാനലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ആൾക്കാരിലേക്കൊക്കെ ഇത് എത്താൻ പറ്റുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇതായത് വലിയൊരു സന്തോഷം. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിങ്ങനെ നിർത്തിയത് അനന്തനാനെ അവിടെ കൊണ്ട് നമ്മൾ കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അതിക്ക് മുന്നേ ഞാൻ 2-3 ആനയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു, 2-3 ആന കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പറയാൻ വിട്ടു. ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നം വന്നപ്പോൾ പിന്നെ എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. അതായത് നമ്മൾ പറഞ്ഞത് വന്നപ്പോൾ കയറിയ ആനകളൊക്കെ പല രീതിക്ക് മാറിപ്പോയി. അപ്പം ചേറ്റുവ കണ്ണൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാന ഉണ്ടായിരുന്നു. എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് മൂന്നാറ് തള്ളൈക്കുട്ടിയിൽ അവിടെ വന്നിട്ട്, അതായത് പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ ആന വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് പ്രസവിച്ച ആനയാണ്. അവിടെ മൂന്നാറുണ്ട് കുമളിയിൽ റേഡിങ് സെൻറ്ററിൽ പ്രസവിച്ച ആനക്കുട്ടി. അപ്പം അതിന് അന്ന് മറ്റേ ചേറ്റുവേലുള്ള ഒരു അങ്ങനെ തന്നെ മേടിച്ചു. അന്ന് മേടിക്കുന്നതിന് മുന്നായിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ആ ആന മേടിക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, എനിക്ക് വീഡിയോ കാണുന്നുണ്ടോയെന്നും അറിയില്ല, എന്നാലും ഞാനത് പറയാം. ഞങ്ങൾ ചേറ്റുവ നേർച്ചയ്ക്ക് കുട്ടിയാനയും കൊണ്ട് പോയി, അമ്പാടിക്കണ്ണനെയും കൊണ്ട്. അപ്പം കുഞ്ഞല്ലേ, നിങ്ങൾ ഉണ്ടമണി പോലെയല്ലേ ഇരിക്കുന്നത്, ഇപ്പം ചാടിത്തുള്ളിയൊക്കെയല്ലേ നിൽക്കണേ. ഞാൻ അത്യാവശ്യം നല്ല കുട്ടിയാനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല കുറുമ്പുകളൊക്കെ ഉണ്ടാവും. നല്ല കുറുമ്പെന്ന് പറഞ്ഞാൽ നല്ല കുറുമ്പായിരിക്കും. അപ്പോൾ പുള്ളി ആദ്യം വന്നിട്ട് നമ്മളെ ഇങ്ങനെ ഒരു വിലയില്ലാത്ത രീതിയിൽ ആദ്യം പുള്ളി ഇങ്ങനെ സംസാരിച്ചു. ഞാൻ ആനപ്പുറത്ത് കയറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഇങ്ങനെ ചോദിച്ചേട്ടാ നിൻ്റെ ആനപ്പുറത്ത് കയറ്റോടാന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 2-3 കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ ചോദ്യം എനിക്കങ്ങടെ അത്ര അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ സഹിച്ചില്ല. അതിങ്ങനെ ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയും, ചേട്ടാ ആനയെ ഒന്ന് തൊട്ടോട്ടെ. അപ്പം നമ്മൾ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ എന്താ തൊട്ടോളൂ, ഇതാ നിൻ്റെ ആനയൊന്ന് തൊട്ടട്ടെ, സ്റ്റൈല് മാറി. അപ്പം നമ്മൾ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നീ തൊടണ്ടറാ, അങ്ങനത്തെ ഒരു സാധനം നമുക്ക് വരുമല്ലോ. അത് ചോദ്യത്തിന് ഒരു രീതികളുണ്ട്. അപ്പോൾ പുള്ളി അങ്ങനെ പുറത്ത് കയറ്റോടാന്ന് ചോദിച്ചില്ല. നിനക്ക് നീ എന്നെ ഇപ്പോൾ പുറത്ത് കയറ്റുകയാണെങ്കിൽ നിനക്ക് ഞാൻ 1000 രൂപ പറഞ്ഞു ചിരിച്ചിട്ട്. അപ്പോൾ 1000 രൂപ എന്ന് പറഞ്ഞാൽ അന്നൊരു വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ, അങ്ങനെ കയറാൻ പറ്റില്ല, കുട്ടിയാനെ കയറ്റില്ല എന്ന് പറഞ്ഞു. 2000 തരാമെന്ന് പറഞ്ഞു. പിന്നെ 3000 ആക്കി. പിന്നെ പുള്ളി പറഞ്ഞു 5000 തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ പൈസ ഒന്ന് അളക്കാൻ നോക്കണോ എന്ന് ചോദിച്ചു. ഞാൻ പൈസ അതിനോടൊന്നും എനിക്കത്ര ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കും ഈഗോ അടിച്ചു. നമ്മളെ ഈ പൈസയ്ക്ക് വില ഇരുത്തി, അപ്പോൾ ഒരു ഈഗോ അടിച്ചു. നിൻ്റെ ഈ ആനയെ കൊടുക്കണ്ടോന്ന് എൻ്റെ മുതലാളിയോട് ചോദിക്കണം, പറയണ വില തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, മുതലാളിനെ വിളിച്ച് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഞാൻ നമ്പർ കൊടുത്തു. മുതലാളിനെ വിളിച്ചു, ആനയെ കൊടുക്കണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇല്ല കൊടുക്കണില്ല എന്ന് പറഞ്ഞു. പുള്ളിക്ക് ഇതായിപ്പോയി, പുള്ളിക്ക് ഈഗോ അടിച്ചു. ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ ഇക്ക ചിലപ്പോൾ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടാവും. ഇക്ക വിദേശത്താണ്. ഇപ്പം നാട്ടിലെങ്ങനെയാണ് അവസ്ഥ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. നല്ലൊരു മനുഷ്യനാട്ടോ. കാരണം ഞാൻ അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിലും
പിന്നെ എനിക്ക് പുള്ളിയുടെ കൂടെ ഞാൻ ജോലി ചെയ്തു, അത് വേറെ ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഇങ്ങനെ ആനക്കുട്ടി കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ആന എടുക്കണം എന്നുള്ള വാശിയായി. അങ്ങനെ പുള്ളി പിന്നെ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് കാര്യങ്ങളൊന്നും ഒന്നുമില്ല, നമ്പറൊന്നും ഇല്ലല്ലോ, അങ്ങനെ കോണ്ടാക്ട് ഇല്ല. അത് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ചേറ്റുവ കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആനക്കുട്ടി നമ്മുടെ ചേറ്റുവയിലെത്തി. കുമിളിയിൽ പോയി പറഞ്ഞ പൈസ കൊടുത്ത് അതിന് അവർ വാങ്ങി കൊണ്ടുവന്നു. ഇവിടെ വന്നു. നമ്മുടെ മാവേലി മണിച്ചേട്ടൻ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചീരത്താനയുടെ നടന്ന മണിച്ചേട്ടനായിരുന്നു ആന കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചേറ്റുവ സെൻറ്ററിൽ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് പോയിട്ട് അവിടെ ഒരു ഹാർബറിലേക്കൊക്കെ പോണ വഴിയുണ്ട്. ആ വഴിക്ക് അങ്ങനെയാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ വലത്തെ സൈഡിലായിട്ട് ചെറിയൊരു വീട്, ഒരു 10-15 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിലൊരു ടെറസ് വീടും പിന്നെ ആനേനെ കെട്ടാനായിട്ട് ഒരു ചെറിയൊരു കെട്ടുന്ന രേഖയായിട്ട് അവിടെ. അങ്ങനെ മണിച്ചേട്ടൻ മാറി, ഞാൻ അമ്പാടിയിൽ നിന്ന് മാറി ഇരിക്കുന്ന സമയമായിരുന്നു. അതെനിക്ക് തോന്നുന്നു 2011 12 എനിക്കൊരു സംശയമുണ്ട്. അതിൻ്റെ 2012 13 11 12 13 അതിൻ്റെ ഇടയിലാണോന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ആനയ്ക്ക്, നമ്മുടെ ആനയ്ക്ക് മാനേജർ ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളി വഴിയായിട്ട് വിളിച്ചേ, ഇങ്ങനെ ആനയ്ക്ക് വരുന്നത്. അപ്പം എനിക്ക് ഈ സീൻ എനിക്കില്ല, അറിയില്ല ഇതാണ് ആളെന്നും, അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ വീണ്ടും ജോലിക്ക് പോണേന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ശരി, അപ്പം നല്ല കുട്ടിയാനാ, നല്ല കൊമ്പൊന്നും ഇല്ല, ഉണ്ടമണി, നല്ല ഇത്തിരി കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. മോഴാനക്കുട്ടിയായിരുന്നു, കൊമ്പനാനക്കുട്ടിയാണെന്ന് വിചാരിച്ച ശേഷം മോഴാനക്കുട്ടിയായിരുന്നു. ഇത്ര കൊമ്പുള്ളൂ. കുറുമ്പന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര കുറുമ്പൻ. അതായത് ചെറിയ കുട്ടിയാനകൾക്ക് കുട്ടി മനസ്സായിരിക്കും. വീഡിയോസുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഒന്നും ഞാൻ വെറുതെ പറയണമല്ല, നിങ്ങൾ ഇങ്ങനെ സമയം പോണ സമയത്തൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിന് ടെൻഷനും കാര്യങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ തായ്ലാൻഡ് എലിഫൻസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കുറേ കുട്ടിയാനകൾ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ ബക്കറ്റിൽ കിടന്ന് കളിക്കുക, അതുപോലെ തന്നെ ബോൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ മുകളിൽ കിടന്ന് തലകുത്തി മറിയുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കര. അപ്പം നമ്മുടെ എല്ലാ ടെൻഷനും നമുക്കവിടെ മാറി കിട്ടും. എന്നിട്ട് ഞാനവിടെ ചെല്ലുവാണ്. ഞാനവിടെ ചെന്നു, അവിടെ വീട്ടിൽ ചെന്നപ്പോൾ വലിയൊരു വീട്, ആർച്ചൊക്കെ വെച്ചിട്ടുള്ളൊരു വീടിൻ്റെ ഉള്ളിൽ കയറി ചെന്നു. എനിക്ക് എവിടെയോ കണ്ടെന്നില്ല, പരിചയമുണ്ടല്ലോ ഇയാളെ. ബിനുവിന് എന്നെ മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പം തന്നെ എനിക്ക് കത്തി, ഓ ദൈവമേ, പിലിപടയിലേക്കുള്ള വന്ന് പെട്ടത്. ഞാൻ ഇങ്ങനെ മനസ്സിലായി, പക്ഷെ ഞാൻ എന്നാലും ഇങ്ങനെ ആലോചിക്കണ മാതിരിയുള്ള ഇത് കാണിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാൽ ബിനുവിന് ആന അടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ താല്പര്യമുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല വെക്കണേ, അപ്പോൾ ഒന്ന് സഹായിക്കുവാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ ലൈസൻസ് ആനയുടെ ലൈസൻസ് ഉണ്ട്. നമുക്ക് അന്ന് ആ കാലത്ത് 2008 ഞാൻ ലൈസൻസ് എടുക്കണത്. നമ്മൾ ഫസ്റ്റ് ഇവിടെ ആനപ്പാപ്പാന്മാർക്കൊരു ലൈസൻസ്, അതായത് ആനയെ കൊണ്ട് നടക്കാനായിട്ട് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞ് ഫോറസ്റ്റിൽ നിന്ന് അത് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള സാധനമാണ് നമ്മൾ ലൈസൻസ് ആയിട്ട് നമുക്ക് തരുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഞാൻ അവിടെ പണയമായിട്ട് അങ്ങോട്ട് കൊടുത്തു. കാരണം ഈ ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പണിയെടുക്കാൻ പറ്റില്ല. ഫോറസ്റ്റിൻ്റെ നിയമങ്ങളൊന്നും അന്ന് ഇത്ര കർശനമായിട്ടില്ല, പക്ഷെ എന്നാലും ലൈസൻസ് ചോദിക്കാറുള്ള സമയമായിരുന്നു. ഇപ്പോഴും നമ്മൾ പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, അതായത് നിങ്ങൾക്ക് ഈ ആന തൊഴിലാളികൾക്ക് ലൈസൻസ് ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൽ ഒരു 10-30% ആൾക്കാർക്കും കൂടെ നടക്കുന്ന തൊഴിലാളികൾ കേട്ടോ. ഒന്നാം പാപ്പന്മാർക്ക് മാത്രമാണ് ലൈസൻസ് നിർബന്ധമായിട്ടും പറയുന്നത്. കൂടെ നടക്കുന്നവർക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല, പക്ഷെ ലൈസൻസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് തൊഴിലാളികൾ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഗുരുവായൂർക്കാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റിലേക്കാണെങ്കിലും മറ്റുള്ള ക്യാമ്പുകളിലേക്കൊക്കെ ഈ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർക്കൊന്നും ഒരു ജോലി കിട്ടാത്തത്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥ സാർമാർ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുവാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒരു അപേക്ഷയാണ്, ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ക്യാമ്പ് വെച്ച് ഒരു 2-3 ദിവസത്തെ ഒരു ക്യാമ്പ് വെച്ച് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ 7 കൊല്ലം 8 കൊല്ലം 6 കൊല്ലമൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള തൊഴിലാളികളാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, അല്ലെങ്കിൽ ഞങ്ങളുടെ യൂണിയനിലെ സുഹൃത്തുക്കൾ. ഈ ലൈസൻസിൻ്റെ കേസ് ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ്. അപകടം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്കാർ ആദ്യം ചോദിക്കുന്നത് ഇദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടോ എന്നാണ്. ലൈസൻസ് ഇല്ല, അപ്പോൾ ആ ഇൻഷുറൻസ് തുക പോലും നമുക്ക് കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആരെങ്കിലും അതിന് ഒന്ന് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ വലിയൊരു ഉപകാരം. ഒരുപാട് ആൾക്കാർ വീഡിയോസൊക്കെ കാണണമല്ലേ, ആരെങ്കിലുമൊക്കെ ഇതിനെ പറ്റിയിട്ട് ഒരിത്തിരി സർക്കാരുപരമായിട്ട് ബന്ധങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. അത് ആനയുടെ കാര്യത്തിലേക്ക് തുടരാം.
എന്നിട്ട് അവിടെ ചെന്നു. എന്നെ അടുത്ത് ബിനു അപ്പൊ പറഞ്ഞു അതിനെന്താ ബിനു പൈസ തരാമല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇതൊന്നും ഇതിന്റെ ഒന്നും ആവശ്യമില്ല ബിനുവിന് ഞാൻ പൈസ തരാം. ഞാൻ പറഞ്ഞു എന്നാലും അതല്ല അതത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചു. ആള് തന്ന പൈസ മേടിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചെന്നു. എന്നെ അവിടെ ആനയുടെ അടുത്ത് കൊണ്ടുവന്നാക്കി. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു മണ്ണുണ്ട് അങ്ങനെ നിന്ന് കാണിക്കുന്നുണ്ട്. ഇത്തിരി ഉള്ളു കുഞ്ഞൻ. ഞാനവിടെ ചെന്ന് നിന്ന വഴി തന്നെ എന്നെ അവിടെ കിടന്ന കാരണം. അപ്പൊ അന്ന് ഈ പട്ടയൊക്കെ ഇതിന് ഈ കുഞ്ഞാനാൾക്ക് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ വലിയൊരു പട്ട കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കില്ല. ആ ചെറിയ അല്ലിയായിട്ട് കൊത്തി 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 ഒക്കെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് തിന്നണേക്കാളും കൂടുതൽ എറിഞ്ഞ് കളിക്കും. കുട്ടിയാനകൾ അങ്ങനെയാണ്. പകല് കിടന്നുറങ്ങും. അവർക്ക് അങ്ങനെ ഒരു ഇതില്ല, അതായത് ചട്ടവട്ടമില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ ഇതിനെ കെട്ടി അഴിച്ചിട്ടില്ല ആരും. അവിടുന്ന് മൂന്നാറിൽ നിന്ന് വന്ന ആനക്കാര് സുഹൃത്തുക്കൾ മണികണ്ഠൻ ചേട്ടന് ആന ഒതുക്കി കൊടുക്കുക ചെയ്തത്, വഴിയാക്കി കൊടുക്കുക ചെയ്തത്. ഞാൻ കെട്ടി അഴിക്കുക. ഞാൻ ചെന്നു ഇതിനെ കെട്ടി അഴിക്കാനായിട്ട്. സാധാരണ ഇപ്പോഴത്തെ ഇരുത്തം വന്ന ആനകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പ്രായമുള്ള ആനകൾക്കൊക്കെ ചെന്നാൽ കെട്ടി അഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാനാണ് പറയണത്, അല്ലെങ്കിൽ അത് ഇതിന് വേണ്ടിയിട്ട് പറയണമെന്നും അവർക്കറിയാം. കുട്ടിയാനകൾക്ക് അങ്ങനെ അറിയില്ല. എന്താന്ന് പറയാ, ഇപ്പം എന്താ പറയുക, അതിനിപ്പോൾ ചെറിയ കുട്ടികളുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ്. ഞാൻ എന്നാലും ബാക്കിൽ ചെന്ന് ഒന്ന് സാധാരണ നമ്മളൊന്ന് ഇരുത്തി കിടത്തിയൊക്കെ വേണ്ട അയച്ചുകൂടായി. അപ്പോൾ അടുത്തേക്ക് ചെന്നപ്പോൾ ഞാൻ കാണുമ്പോൾ ഇത് കുഞ്ഞല്ലേ, രണ്ട് കുഞ്ഞടി കൊടുത്ത് അയച്ചിട്ട് പോകാനുള്ളതല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച് ചെന്നു. പക്ഷേ ഒരു വടി എടുത്തിട്ട് കുഞ്ഞല്ലേ തല്ലാൻ തോന്നുന്നു നമുക്ക്. ഒരു കുഞ്ഞടി കൊടുത്തു. ഒറ്റ തൊഴി. അയ്യാടാ. പിന്നെ ഞാൻ നോക്കിയപ്പോ രണ്ട് കാലിനും പറച്ച് പറച്ച് തൊഴി, അടി തൊഴി, അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കുക, കാറുക, പറയണേക്ക് മുമ്പ് കെടുക്കുക, എണീക്കുക, എന്നിട്ട് നമ്മളെന്നെ ഓടിക്കുക. ഞാൻ ഈശ്വര പെട്ടു. ഇതിന് എന്ത് ചെയ്യും, ഇതിന് എങ്ങനെ അയക്കും, ഇതിനോട് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ നിന്റെ പുതിയ ഭഗവാനാണ്, ഞാൻ നിന്നെ പരിപാലിക്കാൻ വന്നേക്കണം, ഇതിനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ദൈവമേ. കുട്ടിയാനെ കയറി മറ്റേ നമ്മളെ അമ്പാടിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അമ്പാടിക്ക് ഒരു ഇത്തിരിയും കൂടി ഇരുത്തം വന്നിട്ടുണ്ട്. ഇത് അവിടെ മൂന്നാറ് അല്ലെങ്കിൽ കുമ്പളിയിൽ പ്രസവിച്ചു. അവിടെ ഒരു വർഷത്തോളം അങ്ങാണ്ട് 7-8 മാസം, ഒരു വർഷം 2 വർഷം കണ്ട് അവിടെ നിന്നു, 1 വർഷം കണ്ട് നിന്നു തോന്നി. ഇവിടെ വരുമ്പോൾ എന്താ ആനക്കുട്ടിക്ക് എങ്ങാണ്ട് 2 വയസ്സോ അത്രയൊക്കെ കഷ്ടിയുള്ളൂ. അത്ര കുഞ്ഞ് പൊടിക്കുട്ടി. ഞാൻ എന്തെങ്കിലും വരട്ടെ, ഞാൻ എൻ്റെ ഓട്ടിക്കലെ കണ്ടു. ഞാൻ അങ്ങനെ ഒരു വടിയായിട്ട് ചെന്നിട്ട് എന്നാടാ നിനക്കെന്ന് പറഞ്ഞു അങ്ങ് പേടിപ്പിച്ചു. വടിയൊക്കെ എടുത്തിട്ട് നിനപ്പം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. പുള്ളി പേടിച്ചു. പിന്നെ ഞാൻ ഇരുത്താനൊന്നും നിന്നില്ല. എനിക്ക് ഭാവം തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ ഓസ് ഇങ്ങോട്ട് എടുത്തരാന്ന് പറഞ്ഞു. ഓസ് എടുത്തു. ഓസ് വേഗം എടുത്ത വഴി തന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വഴി തന്നെ വേഗം ഇരുന്ന് പുള്ളി കിടന്ന് കുളിപ്പിക്കാനായിട്ട് നിൽക്കും. ഒരു ചെവി എടുത്ത് മടക്കി വയ്ക്കും, കഴുകാൻ തുടങ്ങുന്ന ചാടി അടിക്കും, എല്ലാത്തിലും ഓടിക്കും. ഫുള്ള് കോമഡി. അപ്പൊ അവിടെ നിന്നിട്ട് ഇക്ക എന്നെ നോക്കുമ്പോ ഇക്കടെ ഒരു മാനേജർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം എൻ്റെ അടുത്ത് അതിന്റെ ബന്ധുവാണ് അദ്ദേഹത്തിന്റെ, അടുത്ത് തന്നെയാ വീട്. എന്നോട് എൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പൊ ഞാനും നോക്കൂ, ഇതെന്താ സംഭവം അല്ലേ. എന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസമൊക്കെ 5 മാസം 6 മാസമൊക്കെ പണിയെടുത്തോളൂ കേട്ടോ സത്യം പറഞ്ഞു. 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കിത് പിന്നെ പറ്റാണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാ. ഒരു സ്ഥലത്തേക്ക് നമുക്ക് മാറാൻ പറ്റാത്ത ഒരു സാഹചര്യവും. ഇത് കുഞ്ഞല്ലേ, നമ്മൾ മാറിപ്പോയാൽ ഇത് അപ്പ കിടന്ന് വാവിട്ട് കാറ് പോവും, അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് പിടിച്ച് കിടത്തി ഇരുത്തി കഴുകി, ഒരു സൈഡൊക്കെ കഴുകി, 2 സൈഡാണ്ടതൊക്കെ എങ്ങനെയൊക്കെയാ കഴുകി അയച്ചു വിട്ടു. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എനിക്ക് മനസ്സിലായി ഇതിനെ തല്ലിയിട്ടൊന്നും ഇതിനെ കൊണ്ടുനടക്കൽ നടക്കില്ല. അപ്പൊ ടെക്നിക്ക് അപ്പ ആലോചിച്ചു അടുത്ത ഓപ്ഷൻ എന്താണ്, എന്ത് ചെയ്യാം ഇതിനെ കൊണ്ടുനടക്കാൻ. അപ്പൊ തന്നെ മറ്റേ മറ്റേ തെന്നിലാവ് അത് 10 രൂപയുടെ പാക്കറ്റ്. അന്ന് 10 രൂപയുള്ളൂ, 12 കിട്ടും. ഒരു 3 പാക്കറ്റ് മേടിക്കും. എന്നിട്ട് ഓരോന്ന് കൊടുക്കും, ഒരു എണ്ണം കൊടുക്കും. എന്നിട്ട് ഞാൻ ഇത് കൈ പിടിച്ച് ഇങ്ങനെ നടക്കും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും നമ്മുടെ ഒപ്പം. നമ്മൾ നടക്കും. എന്നിട്ട് കൈ പിടിച്ച് നിൽക്കിട്ട് കാണാൻ എൻ്റെ മിഠായി വെറുതെ കൈ പിടിക്കും, പിടിച്ച് നിർത്തും. എനിക്ക് തന്നിട്ട് നീ ലാസ്റ്റ് അങ്ങനെ ഈ ഒരു 2-3 ദിവസം കൊണ്ട് പുള്ളിനെ ഞാൻ സെറ്റപ്പാക്കി എടുക്കും. പിന്നെ എനിക്ക് അടിപൊളിയായി. എൻ്റെ കൂടെ സംഭരമുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം പൊക്കമുള്ള ആളല്ലേ. ഇത് തീരെ പൊട്ടി കുട്ടിയല്ലേ. ഞാൻ അതിൻ്റെ 1-2 ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ അത് അപ്ലോഡ് ചെയ്യണം. തൃശ്ശൂർ പൂരത്തിന് മറ്റേ വടക്കനാഥ കൂട്ടിന്, തൃശ്ശൂർ പൂരം മറ്റേ വടക്കനാഥ കൂട്ടിന് കൊണ്ടുവന്നതിന് ഞാൻ കൊണ്ടുവന്ന് നടന്നതിന്
ലോറിയിൽ കയറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റണ്ണിങ്ങിലൊക്കെ ലോറിയിൽ കിടക്കണേ. എങ്ങോട്ടേലും പോണ സമയത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് ഇത് ലോറിയിൽ ആന ഉണ്ടെന്ന് പോലും അറിയില്ല. ലോറിയിലാണ് കൊണ്ടുവരുന്നത്, വലിയ ലോറിയിൽ. അപ്പൊ കയറിനൊക്കെ കാണണം. അന്ന് സ്റ്റെപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞ് ഉരുണ്ട് പടഞ്ഞ് ഇതൊക്കെ ആക്കി ആള് ഉരുണ്ട് മറിഞ്ഞ് ഇരുന്ന് കിടന്നൊക്കെ പുള്ളി കയറും. വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങാൻ നേരത്തൊക്കെ എടുത്ത് ചാടും. നമ്മൾ നോക്കണം ശരിക്ക്. അതാണ് കുട്ടിയാനകളെയൊക്കെ വളരെ ഇതിൽ നോക്കണം. പിന്നെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പരിപാടിക്കൊന്നും ഞാൻ അതിനെ കൊണ്ട് കുറച്ച് കുറച്ച് ഊട്ടുകൾ കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ എനിക്ക് ഇതിനെ കൊണ്ട് പരിപാടിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല സത്യം പറഞ്ഞാൽ. അത്ര കുഞ്ഞാത്. അതിന് എന്തോ ഒരു മാനസികമായിട്ടൊക്കെ ഒരു അതിനോട് കൂടുതൽ കൂടുതൽ അറ്റാച്ച്മെന്റ് ആയി ഈ കുറച്ച് കാലം കൊണ്ട്. പിന്നെ എനിക്ക് പരിപാടിക്ക് പോകാനൊക്കെ മടിയായി അതിനെ കൊണ്ട്. കുഞ്ഞല്ലേ, ഒരു വലിയൊരു മനുഷ്യൻ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുഞ്ഞാണോ വലുതാണോ നോക്കില്ല. അപ്പൊ പുറത്തൊരാൾ കയറി ഇരിക്കുകയാണ്. ഈ മതിയായ മനുഷ്യനെ വെച്ചിട്ട് ഈ കുഞ്ഞ് ആനേനെ കൊണ്ടൊക്കെ നടന്ന് ഈ പ്രാക്ക് മേടിക്കാൻ പറ്റാത്തവരെ കൊണ്ട് ഞാൻ കുറച്ച് കാലം അതിപ്പോൾ നടന്നത് അതിൻ്റെ കളികൾ കാര്യങ്ങൾ അതൊക്കെ കണ്ട്. കുട്ടിയാനകളെ കയറാൻ ഭയങ്കര പാടാണ്. കുട്ടിയാനകളെ ഒതുക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ നോക്കണ പോലെ നമ്മൾ നോക്കണം. മണ്ണ് വാരി തിന്നാണ്ട് നോക്കണം. ചെളിയിലും വെള്ളത്തിലും കണ്ടമാനം കളിക്കാണ്ട് നോക്കണം. വണ്ടി കാര്യങ്ങൾ അത് ഇതൊക്കെ വരുമ്പോൾ ഇത് പേടിച്ച് ഓടിപ്പോകാൻ അതിനുള്ള കാര്യങ്ങൾ നോക്കണം. ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ നോക്കണം. ഇൻഫെക്ഷനും കാര്യങ്ങളും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെർപ്പിക്സ് അങ്ങനെയുള്ള അസുഖങ്ങൾ പെട്ടെന്ന് കുട്ടിയാനകൾക്ക് വരും. അത് നോക്കണം. പിന്നെ ദഹനക്കേട് കാര്യങ്ങൾ വരാണ്ട് നോക്കണം. ഇവർ കണ്ണി കാണുന്നതൊക്കെ പറിച്ചു തിന്നും. വഴി കൂടെ പോകുമ്പോൾ അതിലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പുല്ല് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ പോവും. എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞങ്ങൾ ആനോട്ടിന് എവിടെയോ സ്ഥലത്ത് ആനോട്ടിന് പോവുക. അപ്പം ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. എൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നോ, കുഞ്ഞി ചങ്ങലയൊക്കെ ഇട്ടിട്ട് കിലുങ്ങി കിലുങ്ങി വരുന്നുണ്ടായിരുന്നോ. അപ്പൊ എസംബരം അങ്ങോട്ട് മറ്റേ സെവനപ്പ് അടിക്കാനായിട്ട് നിന്നു. ഞാൻ ഈ ചങ്ങലയൊക്കെ ഇങ്ങനെ വട്ടം വാരിയിട്ട്, കുഞ്ഞി ചങ്ങലയല്ലേ അപ്പൊ ഇങ്ങനെ അധികം സൗണ്ട് ഒന്നും കേൾക്കാനുള്ള. ഞാൻ ഫ്രണ്ടിൽ നടക്കണ എൻ്റെ പുറകെ ഉണ്ട്. ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോയി നോക്കി കഴിഞ്ഞപ്പോണ്ട് ബാക്കിലൊക്കെ താല്പര്യം കാണാനില്ലല്ലോ. അത് പോയത് ഞാൻ അറിഞ്ഞില്ല. അത് ഇങ്ങനെ പോകുമ്പോ റോട്ടിക്കടെ പോയപ്പോ ഇടത്തേക്കടെ നിന്ന്. അപ്പൊ അവിടെ നിന്നിട്ട് രണ്ട് മൂന്ന് ആടുകൾ ഉണ്ടായിരുന്നു. ഒരാട്, ഒരു മുട്ടനാട് അവിടെ വന്നിട്ട് ഇതിങ്ങനെ കാണിച്ചു. അപ്പൊ ഈ മുട്ടനാട് ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ ഈ ആടിനെ ഹൈ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയ സമയം കൊണ്ട് ഇന്താള് പോയി ഓടിയിട്ട്. ഞാൻ നോക്കിയപ്പോ ഇതേ കൂടും. അപ്പൊ ബിൻചാട്ടാന്ന് വിളിച്ചു എന്നെ. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ വാലിങ്ങനെ വളച്ചു വെച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് ചെറിയ വഴികളെ ഓട്ടുക ആള്. ഞങ്ങള് പുറകെ സമരം ആദ്യം ഓടി. ഞാൻ അതിന്റെ പുറകെ ഓടി ചെന്നൊരു വളവ് ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് ഇങ്ങനെ വളവിന്റെ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു പശു കുടുംബം. പശുവിനെ കണ്ടപ്പോ ആള് ആ പോയ സ്പീഡിൽ തിരിച്ച് ഇങ്ങോട്ട് ഓടി വന്നു. അപ്പൊ ഇയാൾക്ക് സമരം മുമ്പ് ഓടി വരണ്ടേ, അതിന്റെ പുറകെ ആല ഓടി വരണ്ടേ. എന്താ സംഭവം ഓടിയിട്ടുള്ള എന്റെ പുള്ളി ഒത്ത് കോമഡി ആയിരുന്നു. അവിടെ നിന്ന് പുള്ളി ഓടി വന്നു. ഞാൻ ഓടി വന്ന വഴി വട്ടം കണ്ട് കയറി കെട്ടി പിടിച്ചു. അപ്പത്തേക്കും ഇങ്ങനെ കാറിയാന്ന് പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് കാറി. അപ്പൊ എന്താ പൊടി അപ്പൊ ആൾക്കാരൊക്കെ എന്തുണ്ടേ, ഇതൊക്കെ ഒരു ചെറിയ സംഭവം നടക്കും. അതുപോലെ തന്നെ അവിടെ തന്നെ എവിടെ ഒരു നമ്മളിങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. നടന്നു പോയിട്ട് ആന കുറച്ച് ലോങ്ങിൽ നടക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് വീഴുകയോ ഇരിക്കുകയോ ചെയ്താലേ ഈ ആന ഓട്ടി ഇങ്ങോട്ട് വരും. വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് രണ്ട് കൈ കിടന്ന് മടക്കിയിട്ട് കൈ ഇങ്ങനെ പീര് പിടിച്ച് നമ്മളങ്ങനെ വിളിച്ചിങ്ങനെ ഇതാക്കും. അതുമാതിരി തന്നെ എപ്പോഴും എൻ്റെ മടിയിൽ വന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. മുട്ടായി ഉണ്ടോടാ കയ്യിൽ, നിന്റെ കയ്യിൽ വലിയ തിന്നാൻണ്ടോടാ. ആ അതുമാതിരി പരിപാടി എന്ന് വിളിച്ചിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരു കവറായിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വേണം നിൽക്കുകയാണെങ്കിൽ ആള് കവറിന്റെ പിന്നാലെ പോകും. നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിച്ചേക്കണോ. ഈ ആനക്കുട്ടി കുറച്ച് ആൾക്കാർ വിജിത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ തുറവൂരുള്ള വിജിത്ത് വെച്ച്. പിന്നെ നമ്മുടെ ബിനുവിന്റെ അനിയൻ കയറിയിട്ടുണ്ട്, സജി. അവർക്കൊക്കെ വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലായി അവരൊക്കെ ഈ ആനയ്ക്ക് നിന്നിട്ടുള്ളതാ. മൂറ്റ് കോമഡി ആയിരുന്നു. അയ്യോ സമയം പോണെന്ന് അറിയില്ല. പിന്നെ തിന്നാനൊന്നും അധികം വേണ്ടല്ലോ. ഒരു പനയുടെ വട്ട വെട്ടിയ 3 ദിവസം തിന്നാവും. കുഞ്ഞല്ലേ. രാവിലെ പുള്ളിക്ക് അവലുണ്ട്. ഒരു 2.5 കിലോ അവലും ഇച്ചിരി ഈന്തപ്പഴവും സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് കുറച്ച് പാലിൽ അത് മിക്സ് ചെയ്തിട്ട് പാല് മേടിക്കും. നല്ല പാല് മേടിച്ചിട്ട് അതിനകത്ത് പച്ചവെള്ളം കൂട്ടിയിട്ട് മിക്സ് ആക്കും. ഒരു 1/2 ലിറ്റർ പാലിൽ ഒരു 1 ലിറ്റർ വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അത് അവലൊഴിച്ച് ശരിക്കും അതിനകത്ത് കുറച്ച് പിന്നെ റാഗിയുടെ കുറച്ച് ഇടും. റാഗി പിന്നെ സെർലാക്ക് കൊടുക്കും. സെർലാക്ക് മേടിച്ചിട്ട് ഒരട്ടിന് ഞാൻ കൊടുത്തിരുന്നു. സെർലാക്ക് ഒരട്ടിന് മേടിച്ചിട്ട് ഇതിനകത്ത് തന്നെ കൂടി മിക്സ് ചെയ്ത് എല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കും. അത് കിട്ടാനായിട്ട് രാവിലെ തൊട്ടിട്ട് കാർച്ചു തുടങ്ങും. വെറുതെ കിടന്ന് കാറും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് സന്തോഷമായി. പിന്നെ ഉറക്കം ഉച്ചയ്ക്ക് 2 മണിക്ക് കിടന്നുറങ്ങും. ഞങ്ങളൊരു സ്ഥലത്ത് ഇതേപോലെ തന്നെ അവിടെ കൊണ്ട് കെട്ടിയിട്ട് ഞങ്ങൾ ചോറിനാൻ പോയി.
ചോറിനാൻ പോയിട്ട് തിരിച്ചു വരുമ്പോണ്ട് ആനക്കുട്ടി കിടന്ന് നല്ല ഉറക്കം. കിടക്കണോ ദൈവമേ, ഓടി വന്നു. ഓടി വന്ന് നോക്കി, ഞാൻ വിളിച്ചോടി ചാടി എണിറ്റു. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി, ഒരു 3 കൈ പണ്ടിങ്ങനെ വരിയിട്ടു. എന്നിട്ട് അപ്പം തന്നെ അവിടെ ഒറ്റ കിടപ്പ്, ഒറ്റ ഉറങ്ങുമോ. രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര പേടിയാ. രാത്രി പട്ടി വരച്ചാൽ പുള്ളിക്ക് പേടിയാ. എന്നും ചങ്ങല പൊട്ടിക്കും. വിജിത്തിനറിയാം. വിജിത്തൊക്കെ ഈ ആനേനെ 2 കൊല്ലം കണ്ട് കൊണ്ടുനടന്നിട്ടുണ്ട്. ഈ കുട്ടി ആനേനെ 2 കൊല്ലം കൊണ്ടുനടന്നു. ഒരു ദിവസം ഞാൻ മാറിയതിന് ശേഷം ഞാൻ അമ്പാടിക്കണ്ണനെ കൊണ്ട് പോയപ്പോൾ ഞാനങ്ങൾ ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളി ഇപ്പോൾ വിജിത്ത് മറ്റേ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ചങ്ങല കെട്ടിയിട്ടുണ്ട്. അതുമ്പോൾ ഒരു 3-4 കയർ എടുത്ത് റോപ്പൊക്കെ ചുറ്റി കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താ ബിനോപ്പ. അപ്പോൾ ഒരു പശു അവിടെ നിന്ന് ഓടി വന്ന് അതിലൊരു കാക്ക പറന്ന് വന്നു കഴിഞ്ഞാൽ ആളപ്പം ചങ്ങല പൊട്ടിച്ച് ഓടി പോകും. മടുത്തു ഇതിനെ കൊണ്ട്. പിന്നെ കുറച്ചൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം അത് ഒതുങ്ങി കേട്ടോ. ചെക്കൻ നല്ല മിടുക്കനായി ഒതുങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പുള്ളി ഞാൻ മാറി. ഞാൻ പറഞ്ഞു ഇക്കോട് പറഞ്ഞിരിക്കാം ഞാൻ മാറുവാണ്. അങ്ങനെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം മാറുവാണെന്ന് പറഞ്ഞു. അങ്ങനെ മണികണ്ഠൻ ചേട്ടൻ തന്നെ വീണ്ടും, അല്ല അതിനുശേഷം വിജിത്താ തോന്നുന്നു വന്നത്. വിജിത്തോ ആണോ? വിജിത്ത് തന്നെയാന്ന് തോന്നുന്നുണ്ട് ഞാൻ മാറിയതിന് ശേഷം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ കൊണ്ടുവന്ന് കുറേ നാൾ കഴിഞ്ഞ് ഒരു 3-4 കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും വളപ്പായി നമ്മുടെ മാവേലി മണികണ്ഠൻ ചേട്ടൻ തന്നെ വീണ്ടും ആനയ്ക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് എങ്ങാണ്ട് ഈ ആന കച്ചവടമായി. അത് ജയിക്കൊക്കെ ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ആന കച്ചവടമാക്കി കൊടുത്തു. കോഴിക്കോട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ആനക്കുട്ടി ഒരു പുതിയൊരാളെ ഒരു ടീം എടുത്തായിരുന്നു. അത് എവിടേക്ക് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കോഴിക്കോട് ഭാഗത്ത് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അവിടെ നിന്ന് ആനക്കുട്ടി ഹെർപ്പിസ് ബാധ വന്ന് ചെരിഞ്ഞു പോവുകയും ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കണ്ണ് കിട്ടിപ്പോയ ആനക്കുട്ടി എന്നാണ് പറയുക. ഇവൻ്റെ കളിയും കാര്യങ്ങളും അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതായി പോവും. അത് കഴിഞ്ഞ് ആനയെ കച്ചവടമായി കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് വിക്കൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ ലൈസൻസ് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് പൈസയും കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ചിക്കനെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കാം. ഇപ്പം അന്ന് എൻ്റെ അവസ്ഥ വളരെ മോശം കേട്ടോ. അന്ന് ഇത്രത്തെ പോലെ ഒന്നും കാശൊന്നും ഇല്ലല്ലോ. അന്ന് ആനപ്പണി എടുത്താലൊന്നും അത്ര വലിയ പൈസ പേര് ഉണ്ട്. മറ്റേ സിനിമയിൽ പറഞ്ഞ് പട്ടിപ്പണി പിച്ചക്കാശ് രാജപദവി. പട്ടിപ്പണിയാണ്, പിന്നെ കിട്ടണത് എന്തെങ്കിലും. പിന്നെ ആൾക്കാർ നോക്കുമ്പോൾ രാജാവിൻ്റെ പോലെ ആനപ്പുറത്ത് ചെന്ന് തന്നെ നമുക്കൊരു ഗതിയില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇക്കോട് പറഞ്ഞു ഇങ്ങനെ ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്തും പണിയെടുക്കാൻ പറ്റില്ലൊക്കെ പറഞ്ഞു. അതിനിപ്പോൾ എന്താ നീ വന്നോ എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലില്ല, ഞാൻ അവിടെ ഇക്കാനെ വിളിച്ച് പറയാം, അവിടെ മാനേജർ ഇക്കാനെ വിളിച്ച് പറയാൻ പോയി മേടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ആളെ അകത്തേക്ക് പോയി പിന്നെ ഇത് എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞു ഇതല്ലേ എൻ്റെ പേപ്പർ സാധനം ലൈസൻസ് ഇതല്ലേ എന്ന് ചോദിച്ചാൽ അതെന്ന് പറഞ്ഞു. ഞാൻ തന്നു. പൈസയുടെ കാര്യമൊക്കെ ഈ ഒക്കെ ഓനായിട്ട് സംസാരിച്ചായിരുന്നു പറഞ്ഞു പുള്ളി. അപ്പം ഞാൻ വീണ്ടും തന്നെ അവിടെ മെസ്സേജ് വിളിച്ചു, മറ്റേ ഫോണിൽ വിളിച്ചു. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാൻ വരുമെന്ന് പറഞ്ഞു. ഇന്ന് ഈ കാലം വരെ അദ്ദേഹം. അപ്പം ഞാനിതൊക്കെ ഓർത്തോർത്ത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ ഓർത്തോർത്ത് പറയുന്നത്. അപ്പം അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇപ്പം എന്താ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇപ്പം എന്താണ് അവസ്ഥ കാര്യങ്ങളോ ഒന്നും എനിക്കിപ്പോൾ അറിയില്ല കേട്ടോ. അന്ന് പോകുന്നതിന് ശേഷം പിന്നെ യാതൊരു രീതിയിലുള്ള കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല, കാണാനൊന്നും പറ്റിയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ 1-2 കുട്ടിയാനകളൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നിരുന്നത്. 2 കുട്ടിയാനകളാണ്. അതിനകത്ത് ഒന്ന് ചേറ്റുവ കാണാൻ. അപ്പം അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയാനകളെ നോക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ശരിക്ക് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് വരെയൊക്കെ ആനക്കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 5-6 വയസ്സ് വരെയൊക്കെ അല്ലെങ്കിൽ ഒരു 5-10 വയസ്സ് വരെയൊക്കെ ഒന്ന് വലിയ നല്ല ഒരു പ്രായമുള്ള ഇരുത്തം വന്ന പണി പഠിപ്പിക്കാൻ കഴിവുള്ള ആനക്കാരെ ഏൽപ്പിക്കുക. ഈ പ്രായത്തിൽ കുറഞ്ഞ പിള്ളേരുകൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നോക്കിയിട്ട് കുട്ടിയാനകളെ ഏൽപ്പിക്കുക. അതുമാതിരി തന്നെ ഒരു ഇടത്തരം പ്രായം വന്ന ആനകളൊക്കെ ഉണ്ട്. ഒരു 20-30-40 വയസ്സിന് ഇടയിലുള്ള ആനകളൊക്കെ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കയറിക്കോട്ടെ. കാരണം ഇത്തിരി മുറ്റും വാശിയും കാര്യങ്ങളൊക്കെ ചെറുപ്പക്കാർ പിള്ളേർക്കാണ് നല്ലത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ആനകളാണ്, ഇരുത്തം വന്ന ആനകളെ. അങ്ങനെയുള്ള ആനകളെയൊക്കെ സമാധാനപരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അഴിപ്പിക്കുക. നിങ്ങളൊരു ആന ഉടമസ്ഥരും അതിന് പാട്ടനുബന്ധിച്ച് അല്ലെങ്കിൽ ആന ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് നിങ്ങൾ ആനകളെ ഏൽപ്പിക്കുമ്പോൾ ആനക്കാരനെയും കൂടി നോക്കുക. എന്നിട്ട് നമ്മുടെ ആനയ്ക്ക് പറ്റിയ ആനക്കാരനാണോ ഇത്, അല്ലെങ്കിൽ എൻ്റെ ആനയ്ക്ക് ഈ ആനക്കാരൻ, അല്ലെങ്കിൽ അവന് ആ ആനക്കാരാവാൻ കുഴപ്പമില്ല, അവനെന്ന കാര്യം, അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയിട്ട് ചെയ്യുക. ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടക്കേടുണ്ടാവും. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.